നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തെക്കൻ ഗാസയിൽ റാഫയിലെ റെസിഡൻഷ്യൽ ഏരിയയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഇന്നലെ മാത്രം 29 പലസ്തീനുകളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ജബലിയ അഭയാർത്ഥി ക്യാമ്പിൽ നടത്തിയ ആക്രമണത്തിൽ 13 പേരാണ് കൊല്ലപ്പെട്ടത്. അതേസമയം ഇസ്രായേൽ മിസൈൽ ആക്രമണവും കരയുദ്ധവും കടുപ്പിച്ചപ്പോൾ ചെങ്കടലിൽ വെല്ലുവിളി ഉയർത്തി യമനിലെ ഇറാൻ പിന്തുണയുള്ള ഹൂതികളും മുന്നേറ്റം ശക്തമാക്കി. യുഎസിന്റെയും ഇസ്രായേലിന്റെയും യുദ്ധക്കപ്പലുകൾക്ക് നേരെ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ആക്രമണം നടത്തിയ ഹൂതികൾ കച്ചവട കപ്പലുകളും ലക്ഷ്യമിട്ടു. ഇതോടെ സൂയിസ് കനാൽ വഴിയുള്ള ആഗോള വ്യാപാര സഞ്ചാരം പ്രതിസന്ധിയിലായി. ലോകത്തെ വലിയ കണ്ടെയ്നർ ഷിപ്പിംഗ് കമ്പനിയായ MSC അടക്കം 3 വ്യാപാര കപ്പൽ ഏജൻസികൾ സൂയിസ് കനാലിലൂടെയുള്ള ചരക്ക് നീക്കം നിർത്തിവെച്ചു. ലൈബീരിയൻ ചരക്ക് കപ്പൽ പ്ലാറ്റിയം 3 കഴിഞ്ഞയാഴ്ച ചെങ്കടലിൽ ഹൂതികൾ ആക്രമിച്ചിരുന്നു. ആളഭയം ഒഴിവായെങ്കിലും ചരക്കിന് തീപിടിച്ചു. മറ്റൊരു ലൈബീരിയൻ കപ്പലിലും മിസൈൽ പതിച്ചിരുന്നു. മിസൈൽ വേദ സംവിധാനം ഉപയോഗിച്ച് ചെങ്കടലിൽ 14 ഡ്രോണുകൾ തകർത്തതായി US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. താൽക്കാലിക വെടിനിർത്തൽ തയ്യാറാണെന്ന് ഇസ്രായേൽ പ്രസിഡന്റ് അറിയിച്ചു. വെടിനിർത്തൽ ആവശ്യപ്പെട്ടുള്ള പ്രമേയം UN രക്ഷാസമിതി അല്പസമയത്തിനകം വോട്ടിനിടും. പ്രമേയത്തിൽ വെടിനിർത്തൽ എന്ന വാക്ക് ഉപയോഗിച്ചാൽ ഹമാസിന് ഗുണകരമാകുമെന്ന് US. 10 ലക്ഷത്തോളം വരുന്ന ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്ത ഓഷിറ്റ്സ് അഭയാർത്ഥി ക്യാമ്പ് പോലെ ഗാസയെ മാറ്റണമെന്നാണ് ഇസ്രായേലിലെ ടൗൺ കൗൺസിൽ മേധാവി അഭിപ്രായപ്പെട്ടത്. ഗാസ മുനമ്പ് തകർത്ത് തരിപ്പണമാക്കി മാറ്റണമെന്നും ഗാസ നിവാസികളെ ലെബനിലെ അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് അയക്കണമെന്നുമാണ് പ്രഖ്യാപനം. തകർന്ന് തരിപ്പണമാകുന്ന ഗാസ അറിയപ്പെടുക പോളണ്ടിലെ ഓഷിസ്റ്റ് അഭയാർത്ഥി ക്യാമ്പിന്റെ മാതൃകയിലായിരിക്കും. ഇസ്രായേലിലെ ഒരു പ്രാദേശിക റേഡിയോ ചാനലിനോടായിരുന്നു ഡേവിഡ് അനൌസയുടെ പ്രതികരണം. 1930കളിൽ നാസി ജർമ്മനി സ്ഥാപിച്ച കോൺസെൻട്രേഷൻ ക്യാമ്പാണ് ഓഷിറ്റ്സ്. 1942ൽ ക്യാമ്പ് യൂറോപ്പിലെ ജൂതന്മാരുടെ ഏറ്റവും വലിയ ഉന്മൂലന കേന്ദ്രമായി മാറി. 10 ലക്ഷത്തോളം വരുന്ന ജൂതന്മാരാണ് ഓഷിറ്റ്സിലെ ഗ്യാസ് ചേമ്പറുകൾക്കുള്ളിൽ അതിക്രൂരമായി കൊല്ലപ്പെട്ടത്. ഗാസ മുഴുവൻ ഇടിച്ചു നിരത്തണം. മുനമ്പിലെ ആളുകളെയെല്ലാം സൈന്യം ലെബനൻ തീരത്തേക്ക് കൊണ്ടുപോകണം. അവിടെ മിതമായ അഭയാർത്ഥി ക്യാമ്പുകളുണ്ട്. കടൽ തീരം മുതൽ ഗാസ അതിർത്തി വേലി വരെ സുരക്ഷാ സ്ട്രിപ്പ് സ്ഥാപിക്കണം. ഓഷിറ്റ്സ് കോൺസെൻട്രേഷൻ ക്യാമ്പിനോട് സാമ്യമുള്ള മ്യൂസിയമാക്കി ഗാസയെ മാറ്റുകയാണ് ചെയ്യേണ്ടതെന്നും ഡേവിഡ് അസൌല പറഞ്ഞു. ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്ത ഹിറ്റ്ലറുടെ ക്യാമ്പ് പോലെ ഗാസയെ മാറ്റണമെന്ന പ്രഖ്യാപനത്തോട് രൂക്ഷമായ പ്രതികരണങ്ങളാണ് ഉയരുന്നത്. പലസ്തീനുകളെ ഗാസയിൽ വീണ്ടും താമസിപ്പിക്കുന്നത് നിരുത്സാഹപ്പെടുത്തണമെന്നും ടൗൺ കൗൺസിൽ തലവൻ പറഞ്ഞു. അതേസമയം ഇസ്രായേൽ ആക്രമണത്തിൽ പരിക്കേറ്റവരും ക്യാൻസർ രോഗികളുമായി ഗാസയിൽ നിന്നുള്ള 6ാമത് വിമാനം അബുദാബിയിലെത്തി. ചികിത്സ ആവശ്യമുള്ള 61 കുട്ടികളും കുടുംബാംഗങ്ങളും സംഘത്തിലുണ്ട്. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാന്റെ നേതൃത്വത്തെ തുടർന്നാണ് ചികിത്സ ആവശ്യമുള്ളവരെ രാജ്യത്തെത്തിക്കുന്ന പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത്. പരിക്കേറ്റ 1000 കുട്ടികളെയും 1000 ക്യാൻസർ രോഗികളെയും ഗാസയിൽ നിന്ന് എത്തിച്ച് UAE ആശുപത്രികളിൽ ചികിത്സിക്കാനാണ് പ്രസിഡന്റ് ഉത്തരവ് നൽകിയത്. ഈജിപ്തിലെ അൽ അരിഷ് വിമാനത്താവളം വഴിയാണ് സംഘത്തെ അബുദാബിയിൽ എത്തിച്ചത്. കുട്ടികൾക്കൊപ്പം 71 കുടുംബാംഗങ്ങളും അബുദാബിയിലെത്തി.